ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അധികമാരും പ്രവചിക്കാത്ത എന്നാൽ ഈ ലോകക്രമത്തെ അടിമുടി മാറ്റാൻ ശേഷിയുള്ള ഒരു വൻ ശക്തി സഖ്യമാണ് ക്രിങ്ക്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് വെറുമൊരു സൈനിക കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ഡോളറിന്റെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിരോധം കൂടിയാണ്. നേതാക്കളെക്കാളും മിസൈലുകളെക്കാളും മാരകമായിട്ടുള്ള സ്വർണത്തിന്റെ പിൻബലമുള്ള ഡിജിറ്റൽ കറൻസി എന്ന രഹസ്യ ആയുധവുമായിട്ട് ഈ 4 രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയെ പോലും ആശങ്കയിലാഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പാശ്ചാത്യ ഉപരോധങ്ങളെ വെറും കടലാസ് തുണ്ടുകളാക്കി മാറ്റുന്ന ഈ ഒരു ഡിജിറ്റൽ യുദ്ധം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പുതിയ ശീതയുദ്ധത്തിനാണ് തിരശീല ഉയർത്തുന്നത്. അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ ന്യൂക്ലിയർ വെപ്പൻ എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ഈ ഒരു ഡിജിറ്റൽ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്ക ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് യുദ്ധവിമാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഈ ഒരു പറയുന്ന പോലെ ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായിട്ടുള്ള സ്വിഫ്റ്റ് എന്ന ബാങ്കിംഗ് ശൃംഖലയിലൂടെയാണ്. ഒരു രാജ്യത്തെ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശ്വാസം മുട്ടി മരിക്കും. എന്നാൽ റഷ്യയും ഇറാനും ചൈനയും ചേർന്ന് നിർമ്മിച്ചെടുത്ത ഒരു ഡിജിറ്റൽ പോയിന്റ് സിസ്റ്റം ഈ ഒരു മാരകമായിട്ടുള്ള ഉപരോധങ്ങളെ അപ്രസക്തമാക്കുന്നു. നിലവിലെ ഈ ഒരു യുദ്ധക്കളത്തിൽ ക്രിങ്ക് സഖ്യം നടത്തുന്ന ഒരു കരുനീക്കങ്ങൾ കേവലം ഒരു പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള സൈനിക തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തമാണ്. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം പടരുന്ന സംഘർഷങ്ങളിൽ ഈ ഒരു 4 രാജ്യങ്ങളും ഒരു അദൃശ്യ ശൃംഖലയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ സൈനിക താവളങ്ങളെയും സ്വർണ്ണ ഖനികളെയും ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് റഷ്യ തങ്ങളുടെ അത്യാധുനിക S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപഗ്രഹങ്ങൾ വഴിയുള്ള തത്സമയ രഹസ്യാന്വേഷണ വിവരങ്ങളും ഇറാനിലേക്ക് ഒഴുകുകയാണ്. ഇതിന് പകരമായിട്ട് ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ റഷ്യൻ യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നത്. അമേരിക്കൻ സെനറ്റിലെ പ്രതിരോധ സമിതികൾ ഈ ഒരു കൊടുക്കൽ വാങ്ങലുകളെ ലോക സമാധാനത്തിന് ഭീഷണിയായ ഒരു അപകടകരമായിട്ടുള്ള ബന്ധവുമായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും മറ്റൊരു വശത്ത് ചൈനയുടെ നയതന്ത്ര കവചം ഈ ഒരു രാജ്യങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഈ ഒരു പരമാധികാരത്തിന്മേലുള്ള ഏത് കടന്നുകയറ്റവും റഷ്യയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് അമേരിക്കയോടുള്ള ഒരു ശക്തമായിട്ടുള്ള സന്ദേശമാണ്. ഇതിനിടയിൽ തന്നെ ഉത്തര കൊറിയ തങ്ങളുടെ വമ്പിച്ച പീരങ്കിപ്പടയുടെ ശേഖരം റഷ്യക്കായിട്ട് തുറന്നു നൽകിയത് യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരുന്നു. നമ്മൾ അത് കണ്ടതാണ്. കേവലം ആയുധ കൈമാറ്റത്തിനപ്പുറം ഉത്തര കൊറിയൻ സൈനികർ നേരിട്ട് റഷ്യൻ മണ്ണിൽ പരിശീലനം നടത്തുന്നതും യുദ്ധതന്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും പടിഞ്ഞാറൻ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് മാർച്ച് 12-ന് ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്ന ഈ സഖ്യത്തിന്റെ വിതരണ ശൃംഖല എത്രത്തോളം സുരക്ഷിതമാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. ഈ ഒരു രാജ്യങ്ങൾക്കിടയിലെ അതിരുകളില്ലാത്ത സൈനിക സഹകരണം ലോകത്തെ വീണ്ടും 2 ധ്രുവങ്ങളായിട്ട് തളച്ചിടുകയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ക്രിങ്ക് സഖ്യം എന്നത് കേവലം ഒരു 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ല, മറിച്ച് ദശകങ്ങളായിട്ട് നിലനിന്നിരുന്ന പാശ്ചാത്യ ആധിപത്യത്തിനെതിരെയുള്ള ഒരു ആഗോള കലാപമാണ്. അവിടെ നേതാക്കളുണ്ട്, അവരുടെ പക്കലുള്ള തോക്കുകളും മിസൈലുകളും കൊണ്ട് നിർണയിക്കപ്പെട്ടിരുന്ന പഴയ യുദ്ധതന്ത്രങ്ങൾക്ക് പകരം ഒരു ഡിജിറ്റൽ കറൻസിയും അത്യാധുനിക സൈനിക ഇന്റലിജൻസും കോർത്തിണക്കിയിട്ടുള്ള ഒരു പുതിയ പോരാട്ടമുറയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നവുമാണ്. ഈ അമേരിക്കൻ ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് സ്വന്തം ഈ സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തുന്ന ഈ ഒരു ചതുർശക്തികൾ അമേരിക്കയുടെ ഉപരോധങ്ങളെ വെറും ഒരു പഴങ്കഥകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി മാർച്ച് 12-ന് ഇന്ന് പുനരാരംഭിക്കുന്ന ട്രെയിൻ സർവീസുകൾ മുതൽ ഇവർ തമ്മിലുള്ള രഹസ്യ സൈനിക കരാറുകൾ വരെ സൂചിപ്പിക്കുന്നത് ഒന്നാണ്: ലോകമിനി പഴയതുപോലെ ആകില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം അവസാനിക്കുകയും പകരം ഒന്നിലധികം അധികാര കേന്ദ്രങ്ങളെ ഒരു പുതിയ ആഗോള ഭൂപടം രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സഖ്യം കൂടുതൽ കരുത്താർജിക്കുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലും വലിയൊരു സ്ഫോടനങ്ങൾക്ക് വഴിവെച്ചേക്കാം. വരും ദിവസങ്ങളിൽ ഈ ഒരു ഡിജിറ്റൽ യുദ്ധവും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ നീക്കങ്ങളും ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് രാജ്യാന്തര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്: ക്രിങ്ക് സഖ്യം ഉയർത്തുന്ന വെല്ലുവിളി തടയാൻ പഴയ തന്ത്രങ്ങൾ കൊണ്ട് ഇനി പടിഞ്ഞാറൻ ശക്തികൾക്ക് ഒരിക്കലും സാധിക്കില്ല.